അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, റബ്ബ് നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ, വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പവിത്രമായ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 5-ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. നാളെ 5-ാമത്തെ പകലാണ്. അതോടൊപ്പം തന്നെ പുണ്യമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലുമാണ് അൽഹംദുലില്ലാ നമ്മളുള്ളത്. അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ, നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ദുൽഹിജ്ജ മാസമാണ്. ദുൽഹിജ്ജ മാസത്തിൻ്റെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ പുണ്യമായ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ദുൽഹിജ്ജയുടെ പ്രത്യേകതയും അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ പറയുമ്പോൾ ചില ആളുകൾ, എൻ്റെ പൊന്നുസ്താദ് എന്തൊരു ദുൽഹിജ്ജ, ഞങ്ങൾക്കിവിടെ IPL ക്രിക്കറ്റിൻ്റെ ഫൈനൽ 3-ാം തീയതി നടക്കുകയാണ്. അപ്പോൾ അതിൽ ആര് ജയിക്കും തോൽക്കും എന്നുള്ള ആ ഒരു ടെൻഷനിലിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ദുൽഹിജ്ജ കൊണ്ടുവന്നാൽ ഞങ്ങളിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദുന്യാവുണ്ട്, ആഖിറമില്ല. നമുക്ക് വേണ്ടത് ആഖിറമാണ്. അൽഹംദുലില്ലാ, ആ ഒരു ആഖിറത്തെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഉള്ള സദസ്സാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ കുഞ്ഞുടുപ്പുമിട്ട് നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ നാളെ പുതിയ അധ്യയന വർഷത്തിലേക്ക് പുതിയ സ്കൂളുകളിലേക്ക് അവർ പോവുകയാണ്. സ്കൂളുകളൊക്കെ തുറക്കാൻ ഒരുങ്ങി. ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പ് ഒക്കെ ആയിട്ട് സ്കൂളുകൾ മാറിയത് കൊണ്ട് ഇനിയും അടുത്ത ദിവസങ്ങളിലൊക്കെയാണ് പല സ്കൂളുകളും തുറക്കുന്നത്. നമ്മുടെ ഈ മഴയുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലാണ് പല സ്കൂളുകളിലുമൊക്കെ തുറക്കുന്ന ആ അധ്യയന വർഷം തുടങ്ങുന്നത്, പല രൂപത്തിലുമാണ്. അൽഹംദുലില്ലാ, റബ്ബേ പടച്ചോനെ, ഞങ്ങളുടെ മക്കൾ പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ബർക്കത്തുള്ള നല്ല മക്കളാക്കണേ അല്ലാ, നല്ല ബുദ്ധികൂർമ്മതയും ഓർമ്മശക്തിയും കൊടുക്കണേ അല്ലാ. പലരും ചോദിച്ചു, ഉസ്താദെ മക്കൾ പഠിക്കാൻ പോവുകയാണ്, അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ദുആ ഇറക്കണം, ഞങ്ങൾ എന്തെങ്കിലും ഓതേണ്ടതുണ്ടോ? നിങ്ങൾ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും, ഇല്ലെങ്കിൽ നാളെ ആദ്യത്തെ ദിവസമാണല്ലോ, അപ്പോൾ നാളെ എന്ത് ചെയ്യുക, സൂറത്തു ശറഹ്, അലം നശ്റഹ് സൂറത്ത്, നാളെ രാവിലെ അവർ കഴിക്കുന്ന അപ്പമാവട്ടെ, ഇഡ്ഡലി ആവട്ടെ, പുട്ടാവട്ടെ, ചായ, വെള്ളമൊക്കെ കുടിക്കൂലേ, അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ എന്ത് ചെയ്യുക, അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഷറഹ്, ആ ചെറിയ സൂറത്ത് ഓതിയിട്ട് ഒരു വട്ടം ഓതിയാൽ മതി. എന്നിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് ഉമ്മമാർ ചെയ്താൽ അത് വലിയ എഫക്റ്റാണ്. അത് നല്ല മനസാന്നിധ്യത്തോടു കൂടി ഓതിയിട്ട് ചെറിയ മക്കളാവട്ടെ വലിയ മക്കളാവട്ടെ എന്ത് ചെയ്യുക, ഇഷ്ഫി എന്ന് പറഞ്ഞ് അതിൽ മന്ത്രിച്ചിട്ട് അത് കൊടുക്കുക. അപ്പോൾ അവർ കുടിക്കട്ടെ. വലിയ കുട്ടികളുമായി ബന്ധപ്പെട്ട ദുസ്വഭാവങ്ങൾ, അതുപോലെ തന്നെ അവരുടെ പഠന വൈകല്യങ്ങൾ എല്ലാം മാറി എല്ലാം നല്ല മക്കളാവാൻ പറ്റിയൊരു സൂറത്താണ് അലം നശ്റഹ് സൂറത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ സൂറത്ത് മറക്കണ്ട. ഇനി ചില ഉമ്മമാർ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ വീഡിയോ ചിലപ്പോൾ നാളെ കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷമായിരിക്കും കാണുക. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മറ്റന്നാൾ ചെയ്യാം. ചിലപ്പോൾ ഇനി മറ്റന്നാളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പിറ്റേന്ന് ചെയ്യാം. അപ്പോൾ എപ്പോഴാണോ കാണുന്നത് അതിൻ്റെ പിറ്റേന്ന് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഒരു ദുആ ഇൻഷാ അല്ലാഹ് അത് നമുക്കിന്ന് തുടക്കം തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം, അല്ലേ? നമുക്കൊന്ന് ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് പറയാം. നമ്മുടെ മക്കൾ സ്കൂളിലാവട്ടെ മദ്രസയിലാവട്ടെ എവിടെ നമ്മൾ പോയാലും, നമ്മുടെ മക്കൾ എവിടെ പോയാലും അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവരെ നോക്കിയിട്ട് പറയണം. എന്തു പറയണം? എന്താ പറയേണ്ടത്? അള്ളാഹുവേ, ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ മകളാണ്, അവർ പഠിക്കാൻ പോകുന്നു, അവരെ ഞാനിതാ ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവേ, നിന്നെ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു, നീ തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണേ, അവർക്കൊരു ആപത്തും വരുത്തല്ലേ എന്നർത്ഥം വരുന്ന ഒരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ ഇൻഷാ അല്ലാഹ്? അതൊന്ന് ആവർത്തിച്ച് പറയാം ഇൻഷാ അല്ലാഹ്. പറഞ്ഞോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ്. അപ്പോൾ നാളെ തിങ്കളാഴ്ച ആയതുകൊണ്ട് പലരും സുന്നത്തായ നോമ്പ് പിടിക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഇപ്പം തന്നെ നിയത്ത് വെക്കാം. 3 നിയത്ത്. 1, ദുൽഹിജ്ജ മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. 2, തിങ്കളാഴ്ച ദിവസത്തിൽ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു. 3-മത്തേത് റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർളായ നോമ്പ് ഇതിൻ്റെ കൂടെ ഞാൻ ഖളാ വീട്ടുന്നു. ഇങ്ങനെ 3 നിയത്ത് ഇൻഷാ അള്ളാഹ് വെക്കാം. ഇപ്പം തന്നെ നിയത്ത് വെച്ചോ, മറക്കല്ലേ. അപ്പോൾ നാളെ നമുക്ക് നോമ്പായാൽ വലിയ ഖൈറാണ്. നമുക്കിനി ഇൻഷാ അള്ളാഹ് അടുത്ത ദിക്റിലേക്ക് കിടക്കാം. വിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹജ്ജിലൂടെ ഉളുഹിയ്യത്തിലൂടെയൊക്കെ ഓർക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടുത്തെ കുടുംബത്തെയുമാണ്. അള്ളാഹു തആല ആദരിച്ച ബഹുമാനിച്ച വലിയൊരു കുടുംബമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബം. അപ്പോൾ ആ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനൊക്കെ ഗുണം ചെയ്തതുപോലെ അള്ളാഹുവെ മുത്ത് ഹബീബിനും അവിടുത്തെ കുടുംബത്തിനും ആലിനും അസുഹാബിനൊക്കെ നീ ഗുണവും രക്ഷയും കൊടുക്കണേ എന്നുള്ള അർത്ഥം വരുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്. സ്വലാത്തുകളുടെ നേതാവ് രാജാവാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. ഇൻഷാ അള്ളാഹ് ആ സ്വലാത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ? ഇബ്രാഹിമിയ സ്വലാത്ത് പല രൂപത്തിലും പല ലഫ്ലുകൾ ചേർത്തിട്ട് പല വാക്കുകൾ സയ്യിദിന എന്നൊക്കെയുള്ള വാക്കുകൾ ചേർത്തിട്ട് പല രൂപത്തിലും നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് ഞാനൊക്കെ നമ്മുടെ മദ്രസയിൽ പഠിച്ച ഒരു രൂപമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചൊല്ലാം. അല്ലാഹു തആല ഈ സ്വലാത്തിന്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على
ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. നമ്മുടെ ഹാജിമാർക്ക് വേണ്ടിയുള്ള ആ ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു ദുആയുണ്ട്. അവർക്ക് സപ്പോർട്ടായിട്ടുള്ളൊരു ദുആ. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ദുആ എന്ന് പറഞ്ഞാലോ, അവരുടെ ഹജ്ജ് സ്വീകരിക്കണം, അവരുടെ ഉംറ സ്വീകരിക്കണം, അവരുടെ സിയാറത്തും എല്ലാം അല്ലാഹു തആല കബൂലാക്കണം. ഇൻഷാ അല്ലാഹ് ആ ദുആ നമുക്കൊന്ന് പറയാം. അവർക്ക് വേണ്ടിയുള്ള ദുആയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവർ നമുക്ക് വേണ്ടിയൊക്കെ ദുആരക്കും. ഇൻഷാ അല്ലാഹ് ഖൈറാവട്ടെ. അപ്പോൾ നമുക്ക് ദുആരുന്നാലോ? പറഞ്ഞോ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതം മബ്റൂറാ വസഅയ സാഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതം മബ്റൂറാ وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي سعينا
سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا പരിശുദ്ധമായ ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൽ നരകമോചനം ചോദിക്കണം, സ്വർഗപ്രവേശനം ചോദിക്കണമെന്നാണ്. അല്ലാഹുവേ നരകമോചനം തരണയല്ല, സ്വർഗപ്രവേശനം തരണയല്ല. നമുക്കൊന്ന് ചോദിച്ചാലോ? അല്ലാഹുമ്മ അജിർനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وادخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار
وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين. ഇനി ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ അല്ലേ? നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടാൻ ഒഫാറായ സത്താറായ അള്ളാഹുവിനോട് അല്ലേ, എല്ലാം പുറത്തു തരുന്ന റബ്ബ് അവൻ അള്ളാഹു താല നമ്മളെന്ത് തെറ്റ് ചെയ്താലും അല്ലേ, ഷിർക്കൊഴികെ ബാക്കി എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു പുറത്തു തരും. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞാലോ അള്ളാഹുവിനോട്, അള്ളാഹു എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരുന്ന ഇസ്തിഗ്ഫാറായിട്ട് നമുക്ക് പറയാം. പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല അർഹമായ പ്രതിഫലം നമുക്ക് തന്ന് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 രാവുകളിൽ പ്രത്യേകമായി ഓതൽ നല്ലതാണ്, ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സൂറത്തുൽ ഫജ്ർ. ആ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വട്ടം എല്ലാവർക്കും ഒന്നിച്ച് ഓതാം. ഇൻഷാ അല്ലാഹ് ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ തന്നെ മതി. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് മൊത്തത്തിലൊന്ന് വേഗത്തിൽ ഓതാം. അല്ലാഹു തആല ഈ സൂറത്തുൽ ഫജ്ർ ഓതുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എന്താണോ അതും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓദിക്കോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي സദഖല്ലാഹുൽ അലീം. അൽഹംദുലില്ലാ, നമ്മൾ സൂറത്തുൽ ഫജ്ർ ഓതിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്കിനി നേരെ ദുആയിലേക്ക് കിടക്കാം. ദുആയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫാത്തിഹ അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നേരെ ദുആയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين وجعلنا للمتقين إماما رب ارحمهما كما ربياني صغيرا. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ ഞങ്ങളുടെ ദിക്ർ ഔറാദുകളെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു മജ്ലിസായി ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അബദ്ധങ്ങൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകാര്, നാട്ടുകാര് എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ഖൈറ് ബറകാത്തുകൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലുള്ള ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ. യാമീൻ പറയുന്ന വാപ്പമാരെ, സഹോദരന്മാരെ കബൂലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മജ്ലിസ് മുടങ്ങാതെ കാണുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ഉണ്ട്. അർഹമായ പ്രതിഫലം അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ചൊല്ലേണ്ട പറയേണ്ട ഒരുപാട് ദിക്ർ ഔറാദുകളുണ്ട്. എല്ലാം നീ കബൂലാക്കി ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ വലിയ സ്ഥാനങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്ത് പറയുന്നു അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഉള്ളത് മുഴുവൻ വിറ്റ് തുലച്ചാലും മാറാത്ത മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ അല്ലാഹുവേ ഞങ്ങളുടെ ഈമാനിന് നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ മാറ്റണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ അല്ലാഹുവേ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് പേരുടെ വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ അല്ലാ. ഈ വിനീതന്റെ ഉൾപ്പെടെയുള്ള വീട് പണികൾ നീ അല്ലാഹുവേ എല്ലാം വേഗത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. പടച്ച റബ്ബേ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് ആളുകൾ വലിയ പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. എല്ലാം നീ മാറ്റി സലാമത്ത് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ അല്ലാഹുവേ പുതിയ അധ്യയന വർഷം സ്കൂളുകളിലേക്ക് പോകുകയാണ് റബ്ബേ. ഉന്നതമായ പഠനം അവർക്ക് നീ കൊടുക്കണേ അല്ലാ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുക്കണേ അല്ലാ. നല്ല മക്കളാക്കി തരണേ അല്ലാ. അവരുടെ ഭാവി കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും തഖ്വയും തരണേ അല്ലാ. അല്ലാഹുവേ, മരണം വരെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ അല്ലാ. ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങൾ തടയുന്ന അവസ്ഥ നീ വരുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ എല്ലാം വലിയ ഭയത്തിലാണ്. ഒരുപാട് ഞങ്ങളുടെ സഹോദരന്മാര് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. മഴ മൂലമുള്ള ഒരുപാട് പ്രതിസന്ധിയിലാണ്. നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ നീ ഖൈറിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ മഴയാക്കണേ അല്ലാ. ഷർറിന്റെ അദാബിന്റെ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. വെള്ളപ്പൊക്കം വന്ന് ഞങ്ങളുടെ സാധനങ്ങൾ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ കുടുംബം അല്ലാഹുവേ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. പ്രളയങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഉരുൾപൊട്ടലുകളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ ഖൈറിന്റെ മഴയാക്കണേ അല്ലാ. മഴ മൂലം ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാര്, സഹോദരങ്ങള്. എല്ലാവരുടെയും വിഷമങ്ങൾ നീ കാണുന്നവനാണ്. ആ വിഷമങ്ങൾക്ക് നീ പരിഹാരം കാണണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ റഹ്മത്താകുന്ന മഴ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അത് അദാബിന്റെ മഴയാക്കൽ
പ്രയാസത്തിലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് പേര് വലിയ പ്രയാസത്തിൽ കഴിയുന്നു. അവർക്കെല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളൊക്കെ സ്കൂളുകളിലേക്ക് പോകുന്ന കാലമാണ് അല്ലാഹുവേ, ദിവസങ്ങളാണ്. എല്ലാ മഴ മൂലമുള്ള എല്ലാ ദുരിതങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാ. എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, മഴയില്ലാത്ത നാടുകളുണ്ട്, ഹൈറായ മഴ അവർക്ക് കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഹാജിമാർ, അവരൊക്കെ വലിയ ചൂടിലാണ്, വലിയ പ്രയാസത്തിലാണ് കഴിയുന്നത്. അവർക്കൊക്കെ നല്ല റഹ്മത്തിന്റെ മഴ നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ എന്തെല്ലാമുണ്ടോ എല്ലാത്തിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ വീട്ടുകാർ, അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവൻ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ അല്ലാ റബ്ബേ ഒരുപാട് ദുആ വസിയത്ത് പറയുന്നവരുണ്ട്. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു, എല്ലാവരുടെയും മനസ്സ് നീ അറിയുന്നവനാണ്, അവസ്ഥ നീ അറിയുന്നവനാണ്. എല്ലാവർക്കും അർഹമായ യോജ്യമായ എല്ലാ തരത്തിലുള്ള ഖൈർ ബറകാത്തുകൾ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഭൂരിഭാഗം ആളുകളും പറയുന്നൊരു പ്രയാസമാണ് കടമാണ് ഉസ്താദേ. കടങ്ങൾ മാറാൻ ദുആരക്കണേ ഉസ്താദേ. അല്ലാഹുവേ, പടച്ചവനെ, കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങളുള്ള ഒരു രൂപയെങ്കിലും കടമുള്ള ആരെല്ലാം ഉണ്ടോ അവരുടെ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി, അതിന്റെ മാർഗം ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന പലരുമുണ്ട്. ആ തിരിച്ചു പൈസ അല്ലാഹുവേ ഖൈറായി ഞങ്ങൾക്ക് തരണേ അല്ലാ. അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരുണ്ട്, ഖൈറായ നല്ല പൈസ ഞങ്ങൾക്ക് തന്ന് റഹ്മാനെ ആ കടങ്ങളെല്ലാം വീട്ടി സന്തോഷത്തോടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഈദുൽ ഹിജ്ജ മാസത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ, ഹജ്ജുമ്മമാര്, അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് വലിയ സങ്കടം പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളാണ്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ദിക്റൗറാദുകളുടെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, കഴിയുന്നവർ പങ്കെടുക്കുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.